ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവൻ എവിടെ പോയി വിളിച്ചാലും അവനെ പൊക്കോന്ന് പറഞ്ഞേക്ക്. മര്യാദയ്ക്ക് വന്ന് സറണ്ടർ ആയാൽ അവന് കൊള്ളാം. ഇല്ലെങ്കിൽ പേറ്റ തള്ള പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഞാൻ അവനൊരു പ്ലാസ്റ്റിക് സർജറി മുഷ്ടി കൊണ്ട്. നമ്മൾ പോകുന്നത് അവരറിയണ്ട. അത് വേണോ സത്യേ? നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാൻ പറ്റി. മിന്നാമിനിങ് വേഗം വാ. സത്യേ, നമുക്കൊന്ന് പറഞ്ഞിട്ട് പോയാലോ? പപ്പി ഒന്ന് വേഗം വന്നേ, മിന്നാമിനിങ് ഇപ്പൊ പോവും. വിഷ്ണുട്ടാ, ഉറങ്ങണ്ടേ? ഉറങ്ങണോ? അവിടെ കുട്ടികളെ രണ്ടുപേരും ഉറങ്ങി കാണും. എങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നേരം വിളിപ്പിക്കാം. അതെ, ഇത് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഒന്നും അല്ല. വേണമെങ്കിൽ ശരി. ഈ കാനന ഭംഗി ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് എവിടെയോ ബാക്കി വെച്ച നമ്മുടെ പ്രണയ സങ്കല്പങ്ങൾക്ക് ഒരു തിരിച്ചുവരവ്. അതെ, കുറച്ച് സാഹിത്യമൊക്കെ വന്നു തുടങ്ങിയല്ലോ. ഇപ്പൊ ഉണ്ടല്ലോ, ഒരു പേപ്പർ മേനം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഈ സെക്കൻഡിൽ എഴുതി തരും. നല്ല ഒന്നാമതൊരു പ്രണയ കവിത. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, താനിതുപോലെ അടുത്ത് വേണം. എന്റെ വിഷ്ണുട്ടാ, ഞാൻ കൂടെ ഉണ്ടല്ലോ. ഇനി ഈശാലിനി എന്നും കൂടെ ഉണ്ടാവും. ഓ അവൻ ആ സ്വർണ്ണ ഒരുക്കി അങ്ങനെ വിട്ടിട്ടുണ്ടാവൂടോ? എന്റെ സാറേ, അവനൊന്നും ചെയ്യത്തില്ല. അങ്ങനെ സ്വഭാവദോഷം അവനില്ല. അവന്റെ സ്വഭാവ മഹിമയെ കുറിച്ച് താനങ്ങനെ അധികം പറഞ്ഞ് സ്തുതിക്കല്ലേ. പഠിക്കാൻ നടക്കേണ്ട സമയത്ത് കൊച്ചു പിച്ചാത്തി അരയിൽ തിരികെ കൊടുത്ത് പലിശപ്പണം പിരിക്കാൻ വിട്ട കൊള്ളപ്പലിശക്കാരി സത്യഭാമയുടെ മോനല്ലേടോ? അവനിതും ഇതിനപ്പുറം കാണിച്ചില്ലേലേ ഉള്ള അത്ഭുതം. സാറേ, ഒരു കാലത്ത് രാജാവും രാജ്ഞിയായിട്ട് തന്നെയാ ഞങ്ങൾ ജീവിച്ചത്. ഇന്നിപ്പോ ക്ഷീണക്കേട് ഉണ്ടായിട്ടുണ്ടെങ്കിലും പഴയ അഭിമാനം അടിയറവ് പറഞ്ഞ് ജീവിക്കേണ്ട ഗതികേടൊന്നും ഉണ്ടായിട്ടില്ല. ഇതിപ്പോ അവനെ കള്ളനാക്കിയേ അടങ്ങൂ എന്നാണ് സാറിന്റെ തീരുമാനമെങ്കിൽ സാറിന്റെ ജോലി തുടർന്നു. പക്ഷേ സാർ ഒന്ന് മനസ്സിലാക്കിക്കോണം, ആ പഴയ കൊച്ചുപിച്ചാത്തി അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഞാൻ ഭദ്രമായി എന്റെ തലയണയ്ക്കടിയിൽ വെച്ചിട്ടുണ്ട്. അളമുട്ടിയ ചേരയും കടിക്കുന്ന അതെടുത്ത് അവന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പഴയ വിഷ്ണു ആകാൻ പറഞ്ഞ എന്റെ മോന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അക്ഷരം പ്രതി അവനതനുസരിക്കും. പഴയതൊക്കെ ഒരിക്കൽ കൂടി ആവർത്തിക്കണോ? നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? ഇനി അവൻ അവന്റെ കൊച്ചു പിച്ചാത്തിയുടെ നേരത്തിൽ ഇറങ്ങിയാൽ ഗുണ്ട ആക്ട് പ്രകാരം ഞാൻ അവനെ പിടിച്ചങ്ങ് അകത്തിടും. പുറം ലോകം കാണാത്ത രീതിയിലുള്ള വകുപ്പും ചേർത്തു. പിന്നെ അവൻ ജയിലിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ മുട്ടിലെറിഞ്ഞ് ലോട്ടറി കച്ചവടം ചെയ്യും. ലോട്ടറി കച്ചവടം ചെയ്തില്ലെങ്കിൽ ചെയ്യിക്കും ഞാൻ. ആ മനോഹരമായ കാഴ്ച തന്തയ്ക്കും തള്ളയ്ക്കും നല്ല കൺകുളിർക്ക കാണുകയും ചെയ്യാം. ഇത്രയൊക്കെ സഹായം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ പറ്റും. കേട്ടോ? സാർ, ഒന്നും കിട്ടിയില്ല സാർ. അവൻ ബുദ്ധിയുള്ളവന് കട്ട മുതലിവിടെ വെക്കില്ലല്ലോ. അവൻ എവിടെ പോയി വിളിച്ചാലും അവനെ പൊക്കോന്ന് പറഞ്ഞേക്ക്. മര്യാദയ്ക്ക് വന്ന് സറണ്ടർ ആയാൽ അവന് കൊള്ളാം. ഇല്ലെങ്കിൽ പേറ്റ തള്ള പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഞാൻ അവനൊരു പ്ലാസ്റ്റിക് സർജറി മുഷ്ടി കൊണ്ട്. തിളച്ച് നിൽക്കുക ഞാൻ.
തട്ടി അവന്റെ പുരവള്ളി ഞാൻ പൊട്ടിക്കും. വാടോ. രാഘവേട്ട, എന്തൊക്കെയാ രാഘവേട്ട ഇവിടെ നടക്കുന്നത്? നമുക്ക് നമ്മുടെ മകനെ രക്ഷിക്കാൻ ഒന്നും ചെയ്യാൻ പറ്റില്ലേ? കല്ലുതുള്ളിയാണല്ലോ ആ പോലീസുകാരൻ പോയിരിക്കുന്നത്. ഇപ്പോഴെങ്ങനെ വിഷ്ണു കുഞ്ഞിനെ കയ്യിൽ കിട്ടിയ അയാൾ കൊന്നുകളയും. ഒന്നോർത്ത അവനിപ്പോ ഇവിടെ ഇല്ലാത്ത നന്നായി. അതിന്റെ ദേഷ്യ ചന്ദ്രബോസ് കാണിച്ചിട്ട് പോയതേ. അവൻ വരാതെ ഇതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ആവില്ലല്ലോ. എന്റെ കൃഷ്ണ, എത്ര വലിയ പ്രതിസന്ധിയും തരണം ചെയ്യുന്നവനല്ലേ അങ്ങ്. ഞങ്ങളെ ഒന്ന് ഇതിന്ന് കരകയറ്റി തരുമോ? എന്താ അബൂബക്കറെ നമുക്കിപ്പോ ചെയ്യാൻ പറ്റുന്ന കാര്യം? കേസ് കൊടുത്താലോ? അതിപ്പോ കണ്ടു കിട്ടിയില്ലെങ്കിലല്ലേ കേസ് കൊടുത്തിട്ട് കാര്യമുള്ളൂ. കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. അടിയും ഇടിയും ഒഴിവാക്കി മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാത്ത രീതിയിൽ വേണം കാര്യങ്ങൾ നേരാമണ്ണം നടപ്പിലാക്കാൻ. നമ്മളായിട്ട് നമ്മുടെ കാര്യം പറഞ്ഞ് ചിരിക്കാനുള്ള അവസരം മറ്റുള്ളവർക്ക് കൊടുക്കരുതെന്നാ ഞാൻ പറഞ്ഞത്. അത് തന്നെയാ ഹസനിക എനിക്കും പറയാനുള്ളത്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണ് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ അതിന്റെ നാണക്കേട് നമുക്ക് തന്നെയല്ലേ? എന്ന് വെച്ച് അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ അബൂബക്കറെ? സുബൈറിന്റെ അസുഖമൊക്കെ മാറി എഴുന്നേറ്റ് വരുമ്പോ മോൾ എന്തേന്ന് ചോദിക്കുമ്പോ മറുപടി നമ്മൾ കൊടുക്കണ്ടേ? സുബൈദ, ഇപ്പൊ നിങ്ങൾ തീരുമാനിച്ചുറപ്പിച്ച ഈ നിക്കാഹ് അത് നൂർജഹാന്റെ ഇഷ്ടത്തോടു കൂടി തന്നെയാണോ ഉറപ്പിച്ചത്? അല്ല, അത് പിന്നെ ഇഷ്ടത്തോടു കൂടിയാണോന്ന് ചോദിക്കുമ്പോ ഇത്രയൊക്കെ പ്രായമായ പെൺകുട്ടികളോട് അവരുടെ അഭിപ്രായം ചോദിച്ചുകൊണ്ട് വലിയ വലിയ കാര്യങ്ങൾ തീരുമാനമെടുക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കൊക്കെ എന്ത് വിലയാണുള്ളത്? പിന്നെ ഈ പുരോഗമനം വാക്കുകളിൽ പറയാനേ പറ്റൂ. അതിന്റെ പേരിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സൽപ്പേരിനും കുടുംബ മഹിമയ്ക്കും ഒന്നും ഒരു കോട്ടവും തട്ടരുതെന്ന് ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ട് ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. നൂർജഹാൻ എന്താ സുബൈദ പറയണത്?